നമസ്കാരം, ഞാൻ കിരൺ എസ് പിള്ളെ, വസ്തുത തിങ്ക് ടാങ്കിൽ നിന്നാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു ബിസിനസ് ആശയമാണ്. നമ്മളിൽ ഇതിനു വേണ്ടി തയ്യാറാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നല്ല സ്കോപ്പുള്ളൊരു ബിസിനസ് ആശയമാണ്. എക്സ്പോർട്ട് സ്കോപ്പുണ്ട്, മാത്രവുമല്ല നമുക്ക് ഡൊമസ്റ്റിക് സ്കോപ്പുമുണ്ട്. നമ്മളിപ്പോൾ ഈ കേരളത്തിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ ഇത് ശരിക്കും ഒരു ഡിജിറ്റൽ ബിസിനസ് ആണെന്ന് പറയാം. എന്നാലും ഇതിനകത്ത് ഒരു ഹൈബ്രിഡ് മോഡലാണ്. കാരണം ഇതിനകത്ത് ഡിജിറ്റൽ സിസ്റ്റംസ് ഉണ്ട്, മാത്രവുമല്ല ഇതിനകത്ത് നമുക്കൊരു ഫിസിക്കൽ ആസ്പെക്റ്റ് ഉണ്ട്. ബ്രിക്ക് ആൻഡ് മോർട്ടാർ എന്ന് പറയാം. ഒരു ഫിസിക്കൽ പ്ലസ് ഡിജിറ്റൽ ബിസിനസ് ആശയമാണ്. നമ്മളിൽ ഇതിന് തയ്യാറാവുന്നവർക്ക് ഇത് നമുക്ക് ചെയ്യാവുന്നതാണ്. ആശയം ഇത്രയേ ഉള്ളൂ. ഫാഷൻ ആണ് നമ്മുടെ ബിസിനസ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, എന്തുകൊണ്ട് നമ്മൾ ഫാഷൻ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഫാഷൻ എന്നുള്ളത് വളരെ അഡാപ്റ്റബിൾ ആണ്. കാരണം ഇപ്പോൾ ഫാഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ക്ലിയർ ആയിട്ടുള്ള മെറ്റീരിയൽ ഓബ്ജക്ട്സ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് പറയാം, ശരി, അപ്പേഴ്സ്, ലോവേഴ്സ്, ഷൂസ്, ആക്സസറീസ്, ഇങ്ങനെ 4 വിഭാഗമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. അപ്പേഴ്സ്, ലോവേഴ്സ്, ഷൂസ്, ആക്സസറീസ്. അപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഷർട്ടുകൾ, ടോപ്പുകൾ. ലോവേഴ്സ് എന്ന് പറഞ്ഞാൽ പാൻറ്, ജീൻസ്. ഷൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷൂസ്, ചപ്പൽസ്. ആക്സസറീസ് എന്ന് പറഞ്ഞാൽ വാച്ച്, ബെൽറ്റ്, ബാഗ്സ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫാഷൻ ഇൻഡസ്ട്രിയുടെ കോർ എന്ന് നമുക്ക് പറയാം. അപ്പേഴ്സ് എടുക്കാം, ടീഷർട്ട്സ്, ഷർട്ട്സ്, പിന്നെ സ്ത്രീകളുടെ ആണെങ്കിൽ അവരുടെ ടോപ്സ്. ലോവേഴ്സ് എടുത്താൽ നമുക്ക് പാൻസ്, ജീൻസ്, അങ്ങനെ ഡെനിം, മറ്റു കാര്യങ്ങൾ. ഷൂസ് എടുക്കുകയാണെങ്കിൽ ലെതർ, ക്യാൻവാസ്, ബാക്കി കാര്യങ്ങൾ. ആക്സസറീസ് എടുക്കുകയാണെങ്കിൽ ലെതർ ബാഗ്സ്, ക്യാൻവാസ് ബാഗ്സ്, കോട്ടൺ ബാഗ്സ്, ജൂട്ട് ബാഗ്സ്. അതുപോലെ തന്നെ വാച്ചുകളാണെങ്കിൽ ലെതർ വാച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ മെറ്റൽ സ്ട്രാപ്പ്. പിന്നെ മൂവ്മെൻറ്റ് എടുക്കാം. ഈസ് ഇറ്റ് എ ഡിജിറ്റൽ മൂവ്മെൻറ്റ്, ഈസ് ഇറ്റ് എൻ അനലോഗ് മൂവ്മെൻറ്റ്? അനലോഗ് മൂവ്മെൻ്റ് ആണെങ്കിൽ തന്നെയും അതൊരു ബാറ്ററി പവേർഡ് മൂവ്മെൻ്റ് ആണോ അതോ വൈൻഡിങ് മെക്കാനിക്കൽ മൂവ്മെൻ്റ് ആണോ? അപ്പോൾ ഇത്രയും ചിന്തിക്കുകയാണെങ്കിൽ ബാക്കി നിങ്ങൾക്ക് അതിനൊരു ബിടെക് പഠിച്ച ആൾക്കാരാണ് കേൾക്കുന്നതെങ്കിൽ നമുക്കതിനൊരു എൻജിനീയറിംഗ് മൈൻഡ് സെറ്റിൽ നോക്കാം. ഫണ്ടമെൻ്റലി നിങ്ങൾ എന്താ നോക്കുന്നത്? വി ആർ ട്രൈങ് ടു മാനുഫാക്ചർ സംതിങ്. എന്താണെങ്കിലും റോ മെറ്റീരിയൽസ് വേണം, പിന്നീട് ഒരു സപ്ലൈ ചെയിൻ വേണം, ഒരു ഡെലിവറി മെക്കാനിസം വേണം, ഒരു മാർക്കറ്റിംഗ് മെക്കാനിസം വേണം, ഒരു സെയിൽസ് മെക്കാനിസം വേണം, ഒരു പ്രൈസിങ് മെക്കാനിസം വേണം. നിങ്ങൾക്ക് ഇത്രയും ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഇൻ ഫാഷൻ ഈസ് സ്റ്റാർട്ടിങ്. ആദ്യം നമുക്ക് ടീഷർട്ട്സ് എടുക്കാം. എന്താണെങ്കിലും ആയിക്കോട്ടെ, ടീഷർട്ട്, ഷർട്ട്സ് ആണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ലോജിസ്റ്റിക്സ് നോക്കുവാണെങ്കിൽ നമ്മൾ തുടക്കം തൊട്ട് നോക്കണ്ട. ഉദാഹരണത്തിന് ഇപ്പം കോട്ടൺ, ലിനൻ ആണെങ്കിൽ നിങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങളെ ഫാമിൽ പോകണം. കാരണം നിങ്ങളുടെ കോട്ടൺ വരണം, പരുത്തി. അപ്പോൾ നിങ്ങൾ ഫാമിൽ പോയിട്ട് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് സ്റ്റിൽ പോസിബിൾ. പക്ഷെ അത് അവിടം വരെ പോകേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ തുണി നോക്കണം. അവിടം വരെ പോകേണ്ട കാര്യമില്ല, കാരണം കോട്ടൺ നെയ്ത് തുണിയായി. ശരിക്കും ചില ആൾക്കാർ ടീഷർട്ട്സ് വരെ നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്ത് തരും. ഇപ്പോൾ തിരുപ്പൂർ, ബോംബെ, ഡൽഹി ഏരിയയൊക്കെ നോക്കുകയാണെങ്കിൽ, ഗുജറാത്ത്, അവിടെ നിങ്ങൾക്ക് ടീഷർട്ട്സ് ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ആൻഡ് യു ഹാവ് ടു ഫിഗർ ഔട്ട് പ്രിൻറ്റിങ്. ഇപ്പോൾ ടീഷർട്ട്സ് ആവാം, ഷർട്ട്സ് ആവാം, അതിൻ്റെ മുകളിലുള്ള ട്രെൻഡി പ്രിൻറ്റ്സ് ആവാം. പിന്നെ ബാക്കി നിങ്ങൾക്ക് യൂസർ എക്സ്പീരിയൻസ് ലെവലിലേക്ക് നീങ്ങും. സോ ഫിഗർ ഔട്ട് എവിടെ നിങ്ങൾക്ക് ടീഷർട്ട്സും പ്രിൻറ്റ്സും നല്ല വിലയ്ക്ക് കിട്ടും. സോ ഷർട്ട്സ്, ടീഷർട്ട്സ്, കുർത്ത, കുർത്തീസ്, എന്താണെങ്കിൽ അപ്പേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മെറ്റീരിയൽ ഫിഗർ ഔട്ട് ചെയ്യണം. ഓരോ മെറ്റീരിയലിനും ഓരോ സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവാം. കോട്ടൺ ആണെങ്കിൽ തന്നെ എത്ര ഗ്രാംസ് പെർ സ്ക്വയർ മീറ്റർ, എന്ത് കളർ, എന്ത് ക്വാളിറ്റി. നമുക്കിങ്ങനെ പറയാം, ലോ ക്വാളിറ്റി തൊട്ട് ഹൈ ക്വാളിറ്റി തൊട്ട് പ്രീമിയം ക്വാളിറ്റി. സോ ക്വാളിറ്റീനെ നമുക്കെപ്പോഴും ഒരു 3 റേഞ്ചാക്കി വയ്ക്കാം: ലോ, മീഡിയം, ഹൈ. ലോ ക്വാളിറ്റി ആണെങ്കിൽ പ്രൈസ് ലോ, മീഡിയം ക്വാളിറ്റി ആണെങ്കിൽ പ്രൈസ് മീഡിയം, ഹൈ ക്വാളിറ്റി ആണെങ്കിൽ പ്രൈസ് ഹൈ. അപ്പോൾ നിങ്ങളുടെ മാനുഫാക്ചറിങ്ങിനും നിങ്ങൾക്ക് സമയമെടുക്കുന്നതിനും അത്തരം കാര്യങ്ങൾ. ലോ ക്വാളിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടും, മീഡിയം ക്വാളിറ്റി ആണെങ്കിൽ മീഡിയം ക്വാണ്ടിറ്റി കിട്ടും,
പ്രീമിയം ക്വാളിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് ലെസ് ക്വാണ്ടിറ്റി കിട്ടും. നിങ്ങളുടെ ലോവേഴ്സ് ആണെങ്കിൽ തന്നെ നിങ്ങളുടെ പാൻസ്, അത് ഇസ് ഇറ്റ് എ വൂളൻ പാൻറ്, ഇസ് ഇറ്റ് എ ഡെനിം ജീൻസ് ഓർ ഇസ് ഇറ്റ് സംതിങ് എൽസ്. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ കസ്റ്റമൈസേഷനാണ്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ജീൻസ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്, ആസ് ഇൻ ഹൗ ആർ യു ഗോയിങ് ടു സ്റ്റിച്ച് ഇറ്റ്, മീഡിയം ഫിറ്റ്, റെഗുലർ ഫിറ്റ്, സ്ലിം ഫിറ്റ്, സ്കിനി ഫിറ്റ്. അപ്പോൾ നമുക്ക് ഒരു കേരളത്തിലുള്ള ഒരു ആളാണിത് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ തയ്യലും ഇതിൻ്റെ മാനുഫാക്ചറിങ്ങും എല്ലാം സോൾവ് ചെയ്യുന്ന സെൻറ്റേഴ്സ് ഉണ്ട്. തിരുപ്പൂർ ഒരു എക്സാമ്പിളാണ്, തമിഴ്നാട്ടിൽ, അല്ലെങ്കിൽ ഡൽഹി. അവിടെ നിങ്ങൾക്ക് വൈറ്റ് ലേബിൾസ് പോലെ നിങ്ങളുടെ ടീഷർട്ട്സ് ആയിക്കോട്ടെ, ഷർട്ട്സ് ആയിക്കോട്ടെ, ഡെനിം ആയിക്കോട്ടെ, നിങ്ങളുടെ പാൻസ് ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് അത്രയും സോൾവ് ആക്കി കിട്ടും. നമ്മുടെ ഇന്ത്യ ഫാഷൻ ഇൻഡസ്ട്രിയിൽ, നമ്മുടെ ലോജിസ്റ്റിക്സിൽ, സപ്ലൈ ചെയിനിൽ, ടെക്സ്റ്റൈൽസ്, ഫാഷൻ, അതിൻ്റെ ഒരു കോർ വെൻഡർ ഏരിയ ആണ്. പല ബ്രാൻഡ്സ്, അഡിഡാസ് ആയിക്കോട്ടെ, നൈക്കി ആയിക്കോട്ടെ, ലിവൈസ് ആയിക്കോട്ടെ, പലരും നമ്മളുടെ ഇന്ത്യയിൽ നിന്നാണ് ഇതിന് റോ മെറ്റീരിയൽസ് എടുക്കുന്നത്. നമ്മൾ ഇന്ത്യക്കാർക്ക് അതറിയില്ല. വി ആർ ബൈങ് ദെയർ ഫിനിഷ് പ്രോഡക്ട്സ്. നിങ്ങൾ നിങ്ങളെ തന്നെ സപ്ലൈ ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഗെറ്റ് യുവർ സെൽഫ് ഇൻ ടു ദ സപ്ലൈ ചെയിൻ, യു സി. അപ്പോൾ ഇവരുടെ റോ മെറ്റീരിയൽസ് നമുക്ക് കിട്ടും. വാച്ച് ആയിക്കോട്ടെ, എന്താ വേണ്ടത് അതിനകത്ത്, യു നീഡ് എ മൂവ്മെൻറ്റ്. ഇപ്പം ഡിജിറ്റൽ വാച്ചസ്, സാധാരണ കേഷ്യോ വാച്ചസ് ആയിക്കോട്ടെ, യു നീഡ് എ ഡിജിറ്റൽ മൂവ്മെൻറ്റ്. അതെന്ന് വെച്ചാൽ അതിൻ്റെ കോറായിട്ടുള്ള സാധനം, ബാറ്ററി ഇട്ടിട്ടുള്ള, അല്ലെങ്കിൽ മെക്കാനിക്കൽ മൂവ്മെൻറ്റ്. പിന്നെ കേസിങ് വേണം, അതിൻ്റെ ഗ്ലാസ് വേണം, അതിൻ്റെ മുകളിൽ വെക്കാൻ ഡയൽ വേണം. ഇതൊക്കെ പാർട്സാണ്, ഇതത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. ഒരു ഡയലിൽ എന്താ ഉള്ളത്, അല്ലെങ്കിൽ മൂവ്മെൻറ്റിൽ എന്താ ഉള്ളത്. നിങ്ങൾ മൂവ്മെൻറ്റ് ഡിസൈൻ ചെയ്യേണ്ട, മൂവ്മെൻറ്റ് ഡിസൈൻ ചെയ്യുന്ന റോ മെറ്റീരിയൽസ് വെച്ച് അത് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഓൾറെഡി ഉണ്ട്. ഇന്ത്യ മാർട്ടിൽ പോയാൽ നിങ്ങൾക്ക് അവരെ കിട്ടും. നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്യുക, സ്ട്രൈക്ക് എ ഡീൽ. ഒരു മൂവ്മെൻറ്റിന് 400 രൂപയേ ഉള്ളൂ പെർ പീസ്. അത് നിങ്ങൾ ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കുറയും. അസംബിൾ യുവർ ഓൺ വാച്ചസ് പോസിബിളി. ഇത് നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന്, മീററ്റിൽ നിന്ന്, നിങ്ങൾക്ക് ഇത് രാജ്കോട്ടിൽ നിന്ന്, ഇത് നിങ്ങൾക്ക് രാജസ്ഥാനിൽ നിന്ന്, ഗുജറാത്തിൽ ഇതിൻ്റെ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് പറയാം എങ്ങനത്തെ സ്ട്രാപ്പ് വേണം, എങ്ങനത്തെ കേസിങ് വേണം, എങ്ങനത്തെ ഡയൽസ് വേണം, ഡിജിറ്റൽ ഡയൽ വേണോ, അനലോഗ് ഡയൽ വേണോ. ഇതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഷൂസ് ആണെങ്കിൽ തന്നെ ലെതർ അല്ലെങ്കിൽ ക്യാൻവാസ്. നിങ്ങൾക്ക് സ്പോർട്സ് ഷൂസ് വേണോ, ഫോർമൽ ഷൂസ് വേണോ, നമുക്കിത് മാനുഫാക്ചർ ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലായി, ശരി, നമുക്ക് വൈറ്റ് ലേബിളായിട്ട് നമുക്ക് കസ്റ്റമായിട്ട് മാനുഫാക്ചർ ചെയ്യാം. പല ക്വാണ്ടിറ്റിയിൽ, പല ക്വാളിറ്റിയിൽ നമുക്ക് മാനുഫാക്ചർ ചെയ്യുന്നൊക്കെ ആൾക്കാരുണ്ട്. ഫൈനലി നമ്മൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള വെൻഡർ നെറ്റ്വർക്കിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കിത് വളരെ ചെറിയ വിലയ്ക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. നമ്മൾ അവരുമായിട്ടുള്ളൊരു ഡിസ്കഷനാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഇതിന് ചിലപ്പോൾ അവിടെ പോകേണ്ടി വരും, അവിടെ പോയില്ലെങ്കിലും നമുക്ക് നമ്മുടെ രീതിയിൽ മാനുഫാക്ചർ ചെയ്യാം. മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു MBA ഡിഗ്രി പഠിക്കാൻ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് മനസ്സിലാക്കാം. ബ്രാൻഡിങ്. നമ്മുടെ ബ്രാൻഡ് നമ്മൾ ഇറക്കണം. ഒരു പേര്, ഒരു ലോഗോ, ഒരു സിമ്പിൾ, നമ്മളതിന് ഒരു ബ്രാൻഡ് ഇറക്കുക. ജസ്റ്റ് കോൾ യുവർ സെൽഫ് എ ബ്രാൻഡ്, യു സി. ഒരു പേര്, ഒരു സിമ്പിൾ. പിന്നെ ബ്രാൻഡിൻ്റെ പുറകിൽ നിങ്ങൾക്കൊരു സ്റ്റോറി വേണം. നിങ്ങൾ പറയണം, ഈ ബ്രാൻഡിൻ്റെ കഥ ഇതാണ് ഞാൻ ഈ ബ്രാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരസ്യമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ പരസ്യം ചെയ്യേണ്ട. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ സംസാരിക്കുക ഇതുപോലെ, അല്ലെങ്കിൽ നിങ്ങൾ റീൽസ് ഇടുക, അല്ലെങ്കിൽ നിങ്ങൾ ആ ബ്രാൻഡിൻ്റെ കഥ പറയുക. പിന്നീട് നിങ്ങളൊരു കസ്റ്റമൈസേഷൻ അല്ലെങ്കിൽ ഒരു ഡിഫറൻസിയേഷൻ കണ്ടെത്തണം. നിങ്ങളുടെ വാച്ച് എങ്ങനെയാണ് ഡിഫറെൻറ്റ്, നിങ്ങളുടെ ടീഷർട്ട് എന്താണ് ഡിഫറെൻറ്റ്, നിങ്ങളുടെ ഷർട്ട് എങ്ങനെയാണ് ഡിഫറെൻറ്റ്, നിങ്ങളുടെ ജീൻസ് എങ്ങനെയാണ് ഡിഫറെൻറ്റ്, നിങ്ങളുടെ ഷൂസ് എങ്ങനെയാണ് ഡിഫറെൻറ്റ്. ഇതെല്ലാം കഥകളാണ്, ക്രിയേറ്റീവ് എഫേർട്ടാണ്. നമ്മൾ മലയാളികൾ നല്ല കഥ പറയുന്ന ആൾക്കാരാണ്. നമ്മൾ വളരെ ക്രിയേറ്റീവാണ്. നമുക്ക് കഥ ഉണ്ടാക്കാൻ എന്താ പ്രയാസം? ഒരു ബ്രാൻഡ്, ഒരു കഥ ഉണ്ടാക്കുക. അത് കഴിഞ്ഞാൽ പ്രൈസിങ്. ഹൈ പ്രൈസ് എടുക്കാം, ലോ പ്രൈസ് എടുക്കാം, എവിടെ വിറ്റ് പോകും. പ്രൈസിങ് ഫിക്സ് ചെയ്യുക. ഒരു ഇ കോമേഴ്സ് വെബ്സൈറ്റ് എന്ന് ഒരു 50,000 രൂപ, 1,00,000 രൂപയ്ക്ക് ഒരു ഇ കോമേഴ്സ് വെബ്സൈറ്റ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോംസ് എടുക്കാം. ആമസോൺ, ഫ്ലിപ്കാർട്ട്. ഇവയിൽ നിങ്ങൾക്ക് സെല്ലർ പേജസ് വെച്ച് അവരുടെ ലോജിസ്റ്റിക്സ് നെറ്റ്വർക്ക്സിൽ നിങ്ങളെ സ്വയം പ്ലഗ് ചെയ്യാം. ഗെറ്റ് ഇൻ ടു ദെയർ ആമസോൺ ലോജിസ്റ്റിക്സ്, ഗെറ്റ് ഇൻ ടു ദ ഫ്ലിപ്കാർട്ട് ലോജിസ്റ്റിക്സ്.
നിങ്ങളുടെ ഷൂസിന് 1000 രൂപയാണെങ്കിൽ അവർ 30 രൂപ, അവർ 300 രൂപ എടുക്കും. 30% അവരെടുക്കും, 40% അവരെടുക്കും. തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് നിങ്ങൾക്ക് ഫിഗർ ഔട്ട് ചെയ്യാം. ഒരു ഫോൺ ഉണ്ടെങ്കിൽ, ഒരു ഇന്ത്യ മാർട്ടിൻ്റെ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സപ്ലൈ ചെയിൻ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആൾക്കാരെ വിളിക്കണം, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ചെറിയ ഫണ്ട് ഉണ്ടെന്നിരിക്കട്ടെ, 1 ലക്ഷം രൂപ ഉണ്ടെന്നിരിക്കട്ടെ. 1 ലക്ഷം രൂപ ഒരു സാധാരണ മനുഷ്യന് കിട്ടുന്ന ഒരു സാലറിയാണ് 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെൻഡേഴ്സിനെ കിട്ടും. ടീഷർട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർ, ഷൂസ് ഉണ്ടാക്കുന്ന ആൾക്കാർ, വാച്ച് ഉണ്ടാക്കുന്ന ആൾക്കാർ. ആദ്യം 100 വാച്ച്, 30 വാച്ച്, 50 ടീഷർട്ട് മതി. നിങ്ങളുടെ ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കുക. അതിനും നിങ്ങൾക്ക് ഡിസൈനേഴ്സിനെ കിട്ടും, ഫ്രീലാൻസേഴ്സ്. നിങ്ങളുടെ പ്രൈസിങ് സെറ്റ് ചെയ്യുക. ആമസോണിനെ വിളിക്കുക, ഫ്ലിപ്കാർട്ടിനെ വിളിക്കുക, തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് കമ്പനീസിനെ വിളിക്കുക. സെറ്റ് ഔട്ട് എ ബ്രാൻഡ്, മേക്ക് ദിസ് തിങ്, ലോഞ്ച് യുവർ പ്രോഡക്റ്റ്, ഒരു പ്രൈസ് വെക്കുക. ട്രൈ ടു ഫൈൻഡ് കുറച്ച് സെല്ലേഴ്സ് ആൻഡ് there you are. You set up a brand and you have a line of clothing. ബാക്കി സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ നമുക്കറിയാം, നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് സ്വയം അതിന് മുമ്പിൽ വരാൻ പറ്റുന്നില്ലെങ്കിൽ ഈ റീൽസ് ഉണ്ടാക്കുന്ന കുട്ടികളെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയും. അവരോട് പറയുക, നിങ്ങളൊരു വാച്ച് കൊടുക്കുക, ഈ വാച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ എനിക്ക് വിറ്റ് തരിക. എക്സ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന്, കേരളത്തിൻ്റെ ബ്രാൻഡായിട്ട് നിങ്ങളുടെ GST ലൈസൻസ് ഉപയോഗിച്ച്, നിങ്ങളുടെ എക്സ്പോർട്ട് ലൈസൻസസ് ഉപയോഗിച്ച് ശരിയായ രീതിയിൽ എക്സ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരു 1000 രൂപയ്ക്ക് കിട്ടിയ വാച്ച് നിങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ 10000 രൂപയ്ക്ക് എക്സ്പോർട്ട് ചെയ്യാം. ബാക്കി നിങ്ങളുടെ അഡ്വർടൈസിങ് സപ്ലൈ ചെയിൻസ് ബേസിസിലാണ്. കേരളത്തിൽ നിന്ന് നമ്മളിപ്പോൾ പലരും പറയുന്നു, ഞാൻ ജോലി അന്വേഷിക്കുകയാണ്, ഞാൻ അത് അന്വേഷിക്കുകയാണ്. ഇവിടെ ഓൾറെഡി നമ്മുടെ ഭാരതം വാച്ചിൻ്റെ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഷൂസിൻ്റെ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ക്ലോത്ത്സിൻ്റെ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, നമ്മളിതിനകത്ത് ലോകത്തിൽ തന്നെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരാണ്. മറ്റുള്ള പല വിദേശ കമ്പനികൾ നമ്മളുടെ ഈ തിരുപ്പൂരുള്ള, ഈ ഡൽഹിയിലുള്ള, ഈ ബോംബെയിലുള്ള, ഈ ഗുജറാത്തിലുള്ള വെൻഡർ നെറ്റ്വർക്ക്സിനെ ഉപയോഗിച്ച് അവർ കോടിക്കണക്കിന് രൂപയുടെ സാമ്രാജ്യം ഉണ്ടാക്കിയിട്ട് നമ്മൾ അവരുടെ സ്നീക്കേഴ്സ് വാങ്ങാൻ നിൽക്കുന്നു, നമ്മൾ അവരുടെ ജീൻസ് വാങ്ങാൻ നിൽക്കുന്നു, നമ്മൾ അവരുടെ ടീഷർട്ട്സും ഷർട്ട്സും വാങ്ങാൻ നിൽക്കുന്നു, അവരുടെ ടോപ്സും അവരുടെ ചുരിദാറും നമ്മൾ വാങ്ങാൻ നിൽക്കുന്നു. ക്രിയേറ്റ് ഇറ്റ് യുവർ ഓൺ. നമ്മളുടെ സ്വന്തം ബ്രാൻഡ് ഇറക്കുക. 1 ലക്ഷം രൂപയല്ലേ? ഒരു 10 ഷർട്ട് നിനക്ക് വിൽക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നിൻ്റെ എന്ത് വിദ്യാഭ്യാസം? അതാണ് എൻ്റെ ചോദ്യം. നിനക്കൊരു ഷർട്ട് വിൽക്കാൻ അറിയില്ലെങ്കിൽ വൈ ഡു യു ഈവൻ ട്രൈ ടു വർക്ക്? AI വന്നു, എല്ലാവരുടെയും ജോലി പോയി. ബായ്, സ്വന്തം ബ്രാൻഡ് ഇറക്കുക, സ്വന്തം ഷർട്ട് ഉണ്ടാക്കുക, സ്വന്തം ഷൂസ് ഉണ്ടാക്കുക. എന്നും പറയും നമ്മളിരുന്ന് ഷൂസ് ഉണ്ടാക്കണ്ട, അതിന് ഓൾറെഡി ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്. അതിൻ്റെയൊക്കെ പ്ലഗിൻ ചെയ്യുക, വലിയ ചിലവൊന്നുമില്ല. ലുക്ക് അറൗണ്ട്, ഫിഗർ യുവർ തിങ് ഔട്ട്. കേരളത്തിൽ എക്സ്പോർട്ട് ഇല്ലയെന്ന് പറഞ്ഞിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് വായിക്കുന്നു, നാണം ഉണ്ടാവണം. നമ്മൾ ആ സ്ക്രിപ്റ്റ് നമ്മൾ ഫ്ലിപ്പ് ചെയ്യണം. വി ഷുഡ് ലേൺ ഹൗ ടു എക്സ്പോർട്ട്. ഇറ്റ്സ് നോട്ട് ഡിഫിക്കൾട്ട്. ഞാൻ കിരൺ എസ് പിള്ളൈ, വസ്തുത തിങ്ക് ടാങ്കിൽ നിന്ന്.